രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് തിരുവല്ല കോടതി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുകയും ചെയ്തു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. അതിനുശേഷമാകും ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകൾ കൂടി ഇന്ന് പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് ആലോചനകൾ തുടങ്ങിയിരിക്കുകയും ആണ്. അപ്പോൾ ബലാത്സംഗ കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കണം എന്നതാണ് തിരുവല്ല കോടതിയുടെ ഉത്തരവ്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി കോടതി പ്രൊഡക്ഷൻ വാറണ്ടും ഇന്ന് പുറപ്പെടുവിച്ചു. രാഹുലിനെ നാളെ നേരിട്ട് ഹാജരാക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ ആവശ്യമാണ് എന്ന കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. പ്രതിയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഈ കേസിൽ ക്രൈം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നതാണ് അപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചത്. കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും പ്രതിയെ ഹാജരാക്കിയ ശേഷം നാളെ കോടതി അന്തിമ തീരുമാനം എടുക്കും എന്നതാണ് സൂചന. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള SITയുടെ അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം ആണ് കോടതി ഇന്ന് പരിഗണിച്ചത്. അതിനുശേഷമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രൊഡക്ഷൻ വാറണ്ട് ഇപ്പോൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട കോടതിയിൽ നിന്ന് കേസ് സംബന്ധിച്ചുള്ള ഫയൽ രാവിലെ എത്താത്തതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി ഇത് മാറ്റിവെച്ചത്. പക്ഷേ സെഷൻസ് കോടതിയിൽ മാത്രമാകും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ലഭിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ വേഗം മേൽക്കോടതികളെ സമീപിക്കാനുള്ളൊരു നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചതിന് ശേഷമായിരിക്കും ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് കോടതി കടക്കുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ജയിലിൽ കിടക്കണം. നാളെ ആ കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനമുണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. മറ്റ് പുറത്തുനിന്ന് വന്ന ആരെയും കാണാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിലിൽ കഴിയുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു ദിവസം കൂടി അവിടെ കിടക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു ഉറപ്പായും. 3ാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് ഭീഷണിയും വെല്ലുവിളിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നതിന്റെ തെളിവുകൾ കൂടി ഇന്ന് പുറത്തുവന്നു. തനിക്കും കുടുംബത്തിനുമെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും എന്ന ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നത്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി താൻ ചെയ്യുമെന്നും അത് നിങ്ങൾ താങ്ങില്ല എന്നും ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്നും നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി വീട്ടിൽ വരും എന്നതൊക്കെയാണ് ഈ ഭീഷണിയിൽ പറയുന്നത്. ഗർഭിണിയായ യുവതി ആ ദുഃഖം താങ്ങാനാകാതെ വിളിക്കുമ്പോൾ കുഞ്ഞിനെ ഉൾപ്പെടെ കൊന്നുകളയാൻ ആവശ്യപ്പെടുന്ന കൊന്നുകളയുമെന്ന് ആ യുവതിയെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ ശബ്ദ സംഭാഷണം. അതിന് ഈ രീതി തന്നെയാണ് എല്ലാ സ്ത്രീകളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഭീഷണിയാണ്. എല്ലാം തകർന്നു നിൽക്കുന്നവനാണ്, എന്തും ചെയ്യാൻ മടിക്കില്ല. ഒരു MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഒരു സ്ത്രീക്ക് അയക്കുന്ന സന്ദേശങ്ങളാണ് ഇത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അതിനിടെ ഈ അറസ്റ്റ് ചെയ്ത വിവരം സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് SIT. ബലാത്സംഗ കുറ്റം ചുമത്തിയതും ഉൾപ്പെടെയുള്ള കേസ് വിവരങ്ങൾ SIT കൈമാറിയിട്ടുണ്ട്. 3ാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അയോഗ്യത ആവശ്യപ്പെട്ട് LDF MLA മാർ ഉടൻ പരാതി നൽകും എന്നതാണ് അറിയുന്നത്.
ഇങ്ങനെ ഒരു അയോഗ്യത നീക്കം സഭയിൽ വന്നാൽ അതിന്റെ സാധ്യത എന്താണ്? വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സാധ്യതയാണ് ഇത്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ MLA അയോഗ്യനാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ലോക്സഭാ മുൻ സെക്രട്ടറി PDT ആചാരി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് റേപ്പ് കേസ് വന്ന ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിനെ അസംബ്ലിയിൽ നിന്ന് നീക്കാൻ അസംബ്ലിക്ക് കഴിയണമല്ലോ. അസംബ്ലിക്ക് അതിന് അധികാരമുണ്ട്. അതായത് ഇപ്പോൾ സ്പീക്കർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ ഇഷ്യൂ വിടുകയും ആ കമ്മിറ്റി അത് എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് സഭയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. സഭ അതിന്റെ മേൽ ആക്ഷൻ എടുത്താൽ ഈ മെമ്പർ ഔട്ടാണ്. അതാണ് സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള ആ അടിസ്ഥാനത്തിൽ ഈ മെമ്പർക്കെതിരായിട്ട് മോഷൻ കൊണ്ടുവന്ന് അത് പാസ്സാക്കിയെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ മോഷൻ പാസ്സാക്കിയാൽ മെമ്പർ അസംബ്ലിക്ക് വെളിയിലായി. അതായത് മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. ഭൂരിപക്ഷം അനുസരിച്ച് ആ പ്രമേയം പാസ്സാക്കിയാൽ പിന്നെ മെമ്പറുടെ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതാണ് ചെയ്യാൻ പറ്റുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ട് റേപ്പ് കേസ് വന്ന ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിനെ അസംബ്ലിയിൽ നിന്ന് നീക്കാൻ അസംബ്ലിക്ക് കഴിയണമല്ലോ. അസംബ്ലിക്ക് അതിന് അധികാരമുണ്ട്. അതായത് ഇപ്പോൾ സ്പീക്കർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ ഇഷ്യൂ വിടുകയും ആ കമ്മിറ്റി അത് എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് സഭയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. സഭ അതിന്റെ മേൽ ആക്ഷൻ എടുത്താൽ ഈ മെമ്പർ ഔട്ടാണ്. അതാണ് തീർച്ചയായും. എന്തായാലും ഇതിന്റെ സാധ്യതകൾ വിവരിക്കുകയാണ് PDT ആചാരി ചെയ്തിരിക്കുന്നത്. അതിനുള്ള സാധ്യതകളുണ്ട്. സഭയ്ക്ക് അതിനുള്ള കഴിവുണ്ടാകണം, അതിനുള്ള വ്യവസ്ഥയുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മോഷൻ കൊണ്ടുവന്ന് ഭൂരിപക്ഷത്തിൽ അത് പാസാക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കാൻ കഴിയും. പക്ഷേ ഇതിനെതിരെ ഇതിന്റെ സാധ്യത സംബന്ധിച്ച് മറ്റു ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന സമയത്ത് നിയമസഭാ അംഗത്വം സ്വാഭാവികമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടെന്നിരിക്കെ ഇങ്ങനെ ഒരു നീക്കം സാധ്യമാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തതയാണ് ഇപ്പോൾ PDT ആചാരി വരുത്തിയിരിക്കുന്നത്. സഭയിൽ വരുമ്പോൾ നിലപാട് പറയാം ഈ വിഷയത്തിൽ എന്നതാണ് കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യം നിയമസഭയിൽ ചർച്ചയാകട്ടെ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. രാഹുലിനെതിരെ കോൺഗ്രസ് കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നുമാണ് KC വേണുഗോപാൽ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് ധൈര്യപൂർവ്വം കോൺഗ്രസ് പാർട്ടി എടുത്തത്. ഇക്കാര്യത്തിൽ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി കോൺഗ്രസിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. രാഹുൽ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പാർട്ടിക്ക് പുറത്തുള്ളവരോട് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുന്നതെന്ന ഇന്നലത്തെ ചോദ്യം VD സതീശൻ ആവർത്തിച്ചു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടും? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. സാങ്കല്പിക ചോദ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വിവരം പറയാം എന്നതാണ് പറയുന്നത്. ഇത് കൂട്ടായി എടുക്കേണ്ടുന്ന തീരുമാനമാണ്. അപ്പോൾ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നത് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാണ്. എന്തായാലും രാഹുൽ വിഷയം കോൺഗ്രസിന്റെ ജീർണതയായി തുറന്നു കാട്ടാനാണ് CPMന്റെ നീക്കം. സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ജീർണതയാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിന്റെ ചെയ്തികൾ കോൺഗ്രസിലെ ഒരു ജീർണതയാണ് വെളിപ്പെടുന്നത്. മൂന്നാമത്തെ ഇര
പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോഴുള്ള കേസുണ്ടായതും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ വീണ്ടും അപമാനിച്ചതിന് രാഹുൽ ഈശ്വറിന് പുതിയ നിയമക്കുരുക്ക് കൂടിയുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി രാഹുൽ ഈശ്വറിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെല്ലാം മുഖ്യമന്ത്രിക്ക് നൽകുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയെന്നതാണ് രാഹുൽ ഈശ്വറിന്റെ പുതിയ വാദം. തന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസ്സാര കാരണങ്ങൾ നിരത്തുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായി ജയിലിലിട്ടു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും വന്നു. ഞാൻ ഏകദേശം 16 ദിവസത്തോളമാണ് ജയിലിൽ കിടന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേഷൻ ജാമ്യം തന്നു വിടേണ്ട ഒരു കാര്യത്തിന് 16 ദിവസത്തോളം ജയിലിലിടുകയുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. പക്ഷേ സാമൂഹിക കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതുകൊണ്ടും പുരുഷന്മാർക്ക് വേണ്ടി നിലപാടെടുക്കുന്നതുകൊണ്ടും വീണ്ടും നിശബ്ദനാക്കാൻ വേണ്ടി പോലീസ് വീണ്ടും മൂവ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു. 16 ദിവസം ജയിൽ കിടന്നു എന്നതാണ് രാഹുൽ ഈശ്വർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ എന്നിട്ടും പാഠം പഠിച്ചില്ല എന്നതാണ് അതിനുശേഷവും പുറത്തു വന്ന അതിജീവിതമാർക്കെതിരെ എടുക്കുന്ന നിലപാടിലൂടെ രാഹുൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര നീചനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് വിളിച്ചു പറയുന്നതാണ് ഓരോ പരാതിയുടെയും ഉള്ളടക്കം. ചതിയും വഞ്ചനയും ബലാത്സംഗവും സ്ത്രീകളോടുള്ള അതിക്രമവും ഭീഷണിയുമെല്ലാം സൈക്കോ ക്രിമിനലാണ് അയാളെന്ന് വിളിച്ചു പറയുന്നു. ഇനി അയാൾ MLA സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ നാടിന് തന്നെ അപമാനമാണ്. നടപടിയെടുത്തു എന്ന് പറയുന്ന കോൺഗ്രസ് അവർ തന്നെ കയ്യിൽ വെച്ചുകൊടുത്ത MLA സ്ഥാനം തിരിച്ചു വാങ്ങാനുള്ള നീക്കത്തിനൊപ്പവും ഉണ്ടാകണം. ഒപ്പം നിന്ന് കൊണ്ടുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രിമിനൽ പ്രവർത്തികളിൽ പാർട്ണർമാരായ ഫെനി നയനാനെ പോലെയുള്ളവരെ പാർട്ടിക്ക് പുറത്താക്കാനും കോൺഗ്രസ് നടപടിയെടുക്കണം, അവരുടെ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.